പല സമയങ്ങളിലും നമ്മൾ ഇഡ്ഡലി റെഡിയാക്കുന്ന സമയത്ത് പലരും കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇഡ്ഡലി ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ആവുന്നില്ല, നന്നായിട്ടാണെങ്കിൽ ചുട്ടെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണെങ്കിൽ അത് കാരണം കൊണ്ട് ഇഡ്ഡലി ഇഷ്ടമാണെങ്കിലും അതൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണേ. എനിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇഡ്ഡലിയുടെ റെസിപ്പി ഒന്ന് കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡ്ഡലി നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാമെങ്കിലും നമ്മൾ ഇഡ്ഡലിയുടെ മാവ് തലേന്ന് തന്നെ അരച്ച് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് അരിക്ക് പച്ചരിയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്ന് എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഏത് കപ്പിലാണോ പച്ചരി എടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് ഉഴുന്നും കൂടെ എടുക്കുന്നുണ്ട്. അപ്പം ഈ പച്ചരിയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലി നമുക്ക് റെഡിയാക്കുന്ന ആ സെയിം പച്ചരി തന്നെ കിട്ടും. അപ്പോൾ അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ സാധാ പച്ചരി നമ്മൾ അപ്പത്തിനൊക്കെ ആണെങ്കിൽ അരയ്ക്കാൻ എടുക്കുന്ന പച്ചരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉലുവയോടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇനി നല്ല വൃത്തിക്ക് കഴുകി വെക്കണം. അപ്പോൾ കഴുകിയാണെങ്കിൽ ഞാൻ പച്ചരി കുതിർക്കാൻ നമ്മളൊരു 5 മണിക്കൂർ കുതിർക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 5 മണിക്കൂർ കൃത്യം 5 മണിക്കൂർ വെച്ചില്ലെങ്കിൽ 4.5 5 മണിക്കൂർ നമ്മളാണെങ്കിൽ അരി കഴുകിയിട്ടാണെങ്കിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അരി ആദ്യമേ കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുതിർത്ത് കഴിഞ്ഞിട്ട് അരി കഴുകുകയാണെങ്കിൽ അതിലുള്ള ഗുണങ്ങളും അതിലെ എല്ലാം ആണെങ്കിൽ നഷ്ടപ്പെടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിയാണെങ്കിൽ കഴുകി പിന്നെ നമ്മൾ കുതിർക്കാൻ വെക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ അരിയൊക്കെ നന്നായിട്ട് കഴുകി കുതിർക്കാനാണെങ്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി ചിലരാണെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പച്ചരി ആണെങ്കിലും ഉഴുന്നാണെങ്കിലും സെപ്പറേറ്റ് നമ്മൾ വേറെ വേറെ പാത്രത്തിൽ ഇങ്ങനെ കഴുകി കുതിർക്കാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് അരച്ചെടുക്കുന്ന സമയത്തും അത് സെപ്പറേറ്റ് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പം ഇത് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ട് കുതിർക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതിനകത്തിൽ ഒരു 5 മണിക്കൂർ ഞാനിപ്പോൾ കുതിർക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തിലെ വെള്ളമാണെങ്കിൽ കുറച്ച് ഊറ്റിക്കളയണം. കാരണം അത്രയും വെള്ളം നമുക്ക് വേണ്ട. എന്നിട്ട് ആ ഒരു വെള്ളം തന്നെ, വേറെ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ ഒരു സെയിം വെള്ളം തന്നെയാണ് ഈ അരി അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. പിന്നാണെങ്കിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും വെള്ളം കാണുമെങ്കിലും നമ്മൾ അരിയാണെങ്കിൽ അരയ്ക്കാൻ എടുക്കുമ്പോൾ ഇത്രയും വെള്ളത്തിൽ നമ്മൾ അരയ്ക്കരുത്. അത് ഇഡ്ഡലിക്ക് കൊള്ളില്ല. അത് പിന്നെ ദോശയ്ക്കാണ് കൊള്ളാൻ പറ്റുന്നത്. കാരണം അത് ഒത്തിരി ആ മാവാണെങ്കിൽ ലൂസായി പോവും. അപ്പം നമുക്ക് ഇഡ്ഡലിക്ക് ശരിയാവത്തില്ല. ഈ ഒരു അരിയെല്ലാം ആണെങ്കിൽ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളമാണെങ്കിൽ ഇതിൽ നിന്ന് ഊറ്റിക്കളയണം. അരിയും വെള്ളവും കൂടി ഇങ്ങനെ നികക്കെ നിൽക്കുന്ന പരുവത്തിന് മാത്രമേ വെള്ളം നമ്മൾ എടുക്കാവൂ. അത് കഴിഞ്ഞിട്ട് ആ പാത്രം ഒന്ന് കഴുകി ആ പാത്രത്തിൽ തന്നെയാണ് അരി അരച്ച് ഞാൻ വെക്കുന്നത്. അപ്പം നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സെയിം വെള്ളം തന്നെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ആ വെള്ളം മൊത്തം കളഞ്ഞിട്ട് പുതിയ നല്ല വെള്ളമാണെങ്കിൽ ഒഴിച്ചാലും മതി. വേണ്ട കേട്ടോ. ഇപ്പം ഞാൻ വെള്ളം എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചരിച്ച് പിടിക്കുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ കാണും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അരി നികക്കെയാണ് വെള്ളം നമ്മൾ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടാണെങ്കിൽ ഞാൻ കുറച്ച് ചോറൂടാണെങ്കിൽ ഇടുന്നുണ്ട്. അപ്പോൾ ചോറില്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചോറും ഇല്ലാതെ നമുക്ക് ചിലർക്കാണെങ്കിൽ ഒരുപാട് പുളിയൊക്കെ ആണെങ്കിൽ അപ്പത്തിന് വരുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഒന്നും വരുന്ന ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ പുളിയാണെങ്കിൽ വേണ്ടാന്നുള്ളവരാണെങ്കിൽ ഈ ചോറൊന്നും അരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ ഈസ്റ്റോ അങ്ങനെയൊന്നും നമുക്ക് ചേർക്കണ്ട. പിന്നെ വേണമെങ്കിൽ ഈ ചോറിന് പകരം നമുക്ക് ഇപ്പം തലേന്നാണെങ്കിൽ ഇഡ്ഡലിക്ക് അല്ലെങ്കിൽ ദോശയ്ക്ക് നമ്മൾ റെഡിയാക്കിയ മാവുണ്ടല്ലോ, അതൊരു 2-3 ടീസ്പൂൺ ആണെങ്കിൽ ഈ ഒരു അരയ്ക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇപ്പം തണുപ്പൊക്കെയുള്ള സമയത്ത് കാലാവസ്ഥയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാവൊക്കെ പൊങ്ങി വരാൻ വേണ്ടി അത് സഹായിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ അരിയൊക്കെ അരച്ച് വെക്കുന്ന സമയത്ത് ഒരുപാട് ഈ തണുപ്പ് കാലാവസ്ഥയിലാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മാവൊക്കെ പൊങ്ങി വരാൻ സഹായിക്കും. ഇപ്പം നമ്മൾ ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു 5 മണിക്കൂർ നമ്മൾ അരിയാണെങ്കിൽ കുതിർക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വൈകുന്നേരമാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു രാത്രി നമ്മളിത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഇഡ്ഡലി ആണെങ്കിൽ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്.
അപ്പം ഞാനാണെങ്കിൽ ആദ്യമാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കും എത്രയാണെങ്കിൽ ഇത് അരിഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ദോശയ്ക്ക് അരയ്ക്കുന്ന അത്രയും പരുവത്തിൽ വേണ്ട നമുക്ക് ഇത് അരയ്ക്കാൻ. പിന്നെ അതുപോലെ തന്നെ വെള്ളവും ദോശയ്ക്ക് അരയ്ക്കുന്നതിൻ്റെ അത്രയും നമുക്ക് ഒഴിക്കണ്ട. അപ്പോൾ ഇതെല്ലാം നമുക്ക് വടിച്ചെടുത്ത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഒഴിക്കാം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അരി അരയ്ക്കുന്ന സമയത്ത് അരി കൂടുതലാണ് ഒരു ജാറിൽ നമുക്ക് അത് ഫുൾ അരച്ചെടുക്കാൻ പറ്റത്തില്ല എങ്കിൽ റിസ്ക് എടുക്കരുത്. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. ഇത് നമുക്ക് ഇനിയാണെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത് നന്നായിട്ടാണെങ്കിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് അടച്ചു വെക്കണം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചില മിക്സികൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ചൂടായിട്ട് വരും. അപ്പോൾ ഈ മാവാണെങ്കിൽ അന്നേരം തന്നെ അങ്ങ് വെന്ത് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഈ മാവ് പുളിച്ച് കിട്ടത്തില്ല അല്ലെങ്കിൽ പൊങ്ങി കിട്ടത്തില്ല നമുക്ക്. അപ്പം നമുക്ക് ഇഡലി ആണെങ്കിൽ നല്ല രീതിയിൽ കിട്ടത്തില്ല. ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ക്യൂബ് നമ്മൾ ഐസ് ക്യൂബ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ അരച്ചെടുക്കുക. ആ സമയത്ത് ഈ മിക്സി ചൂടായിട്ട് മാവ് വെന്ത് പോകുന്ന ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കും. ഇത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ മാവൊക്കെ നന്നായിട്ടാണെങ്കിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഞാൻ പിറ്റേ ദിവസം നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കുന്ന സമയത്താണ് ഇത് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതിലാണെങ്കിൽ പുളി എന്നെങ്കിൽ ഒന്നും അധികം ഇല്ലാതെ നല്ലൊരു പരുവത്തിനാണിത് നമുക്ക് പൊങ്ങി കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രമാണെങ്കിൽ വെള്ളമാണെങ്കിൽ അടുപ്പിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇഡ്ഡലി തട്ടിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയാണെങ്കിൽ തേച്ച് എല്ലാം ഒരുപാട് എണ്ണ പിന്നെ തേച്ചും കൊടുക്കരുത്. ഒരുപാട് എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്രൈ ഒക്കെ ആയി കിട്ടുന്ന പോലെ ആണെങ്കിൽ സൈഡിൽ അങ്ങനെ ഒരു അതിൻ്റെ അടിവശമൊക്കെ ആണെങ്കിലും പിന്നെ ഇഡ്ഡലിയുടെ ആണെങ്കിൽ ഫ്രൈ ആവുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഇതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരുപാട് എണ്ണ തേച്ച് കൊടുക്കാതെ ഒരു ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് മയപ്പെടാൻ മാത്രം നമ്മൾ എണ്ണ തേച്ച് കൊടുക്കാവൂ. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ വെള്ള തുണിയാണെങ്കിൽ ഇതിനു വേണ്ടി ഇഡ്ഡലി റെഡിയാക്കാൻ വേണ്ടി സെപ്പറേറ്റ് തുണിയാണ്. അതാണെങ്കിൽ തുണി ഇങ്ങനെ ഇഡ്ഡലി തട്ടിലിട്ടിട്ട് അതിൽ കോരി ഈ മാവ് ഒഴിച്ചിട്ട് പിന്നെ നമ്മളാണെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ നമുക്കാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു തട്ടിലാണെങ്കിൽ എണ്ണ മാത്രം തേച്ചെടുക്കുന്നത് കൊണ്ട് ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മളിതൊന്ന് എടുത്ത് മാറ്റി വെച്ച് ഒന്ന് തണുത്തിട്ടാണ് നമ്മൾ ഇതിനകത്തുനിന്ന് ഇഡ്ഡലി ആണെങ്കിൽ എടുക്കുന്നത്. അപ്പം നേരത്തെയൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഞാൻ ചെയ്യുന്ന ഓർക്കുന്നുണ്ട്. ഇത് നമ്മൾ തുണിയാണെങ്കിൽ ഇങ്ങനെ ഇത് ഇഡ്ഡലി തട്ടിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിലാണെങ്കിൽ ഈ മാവ് കോരി ഒഴിക്കും. അത് കഴിഞ്ഞ് ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും ആ ഇഡ്ഡലിയുടെ തട്ടിൽ നിന്നാണെങ്കിൽ തുണി എടുത്തിട്ട് അതൊന്ന് നമ്മുടെ പാത്രത്തിലോട്ടൊന്ന് മറിച്ച് കൊടുക്കുമ്പോഴത്തേന് ഇഡ്ഡലി എല്ലാം ആണെങ്കിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു ഇല എടുക്കുമായിരുന്നു. അതിൻ്റെ ഇല ഞാനാണെങ്കിൽ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഞാൻ മറന്നുപോയി അത് ഏത് ടൈപ്പ് ഏതോ ഒരു ടൈപ്പ് ഇലയായിരുന്നു. ഞാൻ പിന്നെ പറയാം കേട്ടോ. നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ വാഴയിലയിലൊക്കെ റെഡിയാക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ വാഴയിലയല്ല, വീട്ടിൽ വേറെ ഏതോ ഇലയാണെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആണെങ്കിൽ ഇഡ്ഡലിയിൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടെ ആണെങ്കിൽ അരിഞ്ഞിട്ടിട്ട് ഈ ഒരു മാവിൽ അരിഞ്ഞിട്ടിട്ട് അത് നമ്മൾ ഇത് കോരി ഒഴിച്ച് ഇഡ്ഡലി അങ്ങനെ നമ്മൾ ഇഡ്ഡലി ചുട്ടെടുക്കും. അതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനത്തെ ഇഡ്ഡലി. അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാം. പിന്നെ നമ്മളത് ഈ പറയുന്ന പച്ചമുളകും അതുപോലെ ഇഞ്ചിയും സവാളയൊക്കെ അരിഞ്ഞിടേണ്ടത് നമ്മൾ എപ്പോഴാണോ ചുട്ടെടുക്കുന്നത്, ഇഡ്ഡലി ആണെങ്കിൽ നമ്മൾ ആവി കൊള്ളിക്കാൻ വേണ്ടി വെക്കുന്നില്ലേ, ആ സമയത്ത് വേണം ഇത് അരിഞ്ഞിടാൻ. അല്ലാതെ തലേന്ന് വൈകിട്ട് ഇത് അരിഞ്ഞെടുത്ത് ഈ ഒരു മാവിൽ ചേർക്കരുത്. ഉപ്പാണെങ്കിലും നമ്മളാണെങ്കിൽ ഇത് ഇഡ്ഡലി റെഡിയാക്കുന്ന സമയത്ത് ചെയ്തെടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇനിയിപ്പം ഉപ്പ് പിന്നെ തലേന്നേ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ഇട്ടെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ സാധാരണയായിട്ട് ചെയ്യുന്നത് എപ്പോഴാണോ നമ്മൾ ഇഡ്ഡലി ആണെങ്കിൽ റെഡിയാക്കുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പത്തിലാണെങ്കിൽ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ വേണ്ട എല്ലാം തട്ടിലും ആണെങ്കിൽ മാവൊക്കെ ആണെങ്കിൽ ഒഴിച്ച് നമുക്കാണെങ്കിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇഡ്ഡലിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും.
ആ സമയം കൊണ്ട് ഇഡ്ഡലി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇഡ്ഡലിയുടെ കൂടെ ചട്നിയോ സാമ്പാറോ എന്തുവെന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ വെക്കുന്നതിന് മുന്നേ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ അരിഞ്ഞെടുത്ത് കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇഡ്ഡലി നമ്മൾ റെഡിയാക്കി കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സാമ്പാറും ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇഡ്ഡലിയും ആണെങ്കിൽ റെഡിയാവും. ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിലൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിട്ട് ഒന്ന് തണുക്കാൻ വെച്ചു. അപ്പം നമുക്ക് ഒരുപാട് സമയമില്ല, തണുക്കാനൊന്നും സമയമില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ ആ തട്ടുണ്ടല്ലോ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ പുറകുവശത്താണെങ്കിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്നാണെങ്കിൽ ആ ഇഡ്ഡലി തട്ടാണെങ്കിൽ തണുക്കും. അങ്ങനെ നമുക്കാണെങ്കിൽ ഈ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തട്ടിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ആദ്യമാണെങ്കിൽ ചൂടോടെ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഇഡ്ഡലി ആണെങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടത്തില്ല. അപ്പോൾ ചെറിയാണെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് നമുക്കാണെങ്കിൽ അതൊന്ന് അരികു വശമാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നേണ്ട കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കൂട്ടി സാമ്പാറോ അല്ലെങ്കിൽ തക്കാളി ചട്നിയോ തേങ്ങാ ചട്നിയോ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. എനിക്കാണെങ്കിൽ എനിക്ക് മാത്രമല്ല ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സാമ്പാർ കൂട്ടി കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ഇഡ്ഡലി. അതങ്ങോട്ട് ഇവിടെ ഏബലിനൊക്കെ ആണെങ്കിൽ ഇഡ്ഡലി സാമ്പാർ കൂട്ടിയാണ് കൂടുതൽ ഇഷ്ടം. ചട്നി ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.